ബന്ധു ഓടിച്ചിരുന്ന ഇരുചക്ര വാഹനം മറിഞ്ഞ് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഡോക്ടർക്ക് 1.24 കോടി നഷ്ടപരിഹാരം. പത്തനംതിട്ട മോട്ടോർ ആക്സിഡന്റ് കേസ് ട്രിബ്യൂണലിന്റേതാണ് വിധി. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി ഡോക്ടർ സജിത 10 വർഷമായി നടത്തിവന്ന നിയമ പോരാട്ടമാണ് ഒടുവിൽ വിജയം കണ്ടത്. ₹58,55,000 നഷ്ടപരിഹാരം. കോടതി ചെലവ് 4,12,274. പലിശയായി ₹37,57,400. അപകടത്തിൽ പരിക്കേറ്റ ദീർഘകാലം കിടപ്പിലായി പോയ ഡോക്ടർ സജിതയ്ക്ക് ആശ്വാസമാകുന്നതാണ് വിധി. PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന സജിതയ്ക്ക് അപകടത്തെ തുടർന്ന് സർക്കാർ ജോലി കിട്ടിയതുമില്ല. ഇവർ ആയുർവേദ ഡോക്ടറായിരുന്നു. ആയുർവേദ ഡോക്ടറായി പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് അപകടം സംഭവിച്ചത്. ആ സമയത്ത് ഇവർ PSCയുടെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. ആ റാങ്കിൽ ഈ അപകടത്തെ തുടർന്ന് കിടപ്പിലായതുമൂലം ഇവർക്ക് അപകടത്തെ തുടർന്ന് കിടപ്പിലായതുമൂലം ഇവർക്ക് PSCയുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ ജോലി തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ആയുർവേദ ഡോക്ടറായി കിട്ടേണ്ട ജോലി നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതും കോടതി കൺസിഡർ ചെയ്തിട്ടുണ്ട്. 2015 ജൂലൈ 31 രാവിലെ 9:30 അപകടം. കലഞ്ഞൂർ ഇളമണ്ണൂർ റോഡിൽ മാവില കവലയിലായിരുന്നു സംഭവം. വാഹനം ഓടിച്ചിരുന്ന ബന്ധുവിന്റെ അമിത വേഗം, അശ്രദ്ധ എന്നിവ അപകട കാരണമായെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഡോക്ടർ സജിത കോടതിയെ സമീപിച്ചത്. കാർ ഓടിച്ചു പോകുമ്പോൾ കാർ ഓടിച്ചു പോകുമ്പോൾ ഭർത്താവിന് പരിക്ക് പറ്റിയാലോ, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലോ, അല്ലെങ്കിൽ അച്ഛൻ കാർ ഓടിച്ചു പോകുമ്പോൾ മകളാണെങ്കിലോ പരിക്ക് പറ്റിയാൽ ക്ലെയിം കിട്ടത്തില്ല എന്നുള്ളൊരു ധാരണ പൊതുവെ ആളുകൾക്കുണ്ട്. പക്ഷേ ആ ധാരണ തികച്ചും തെറ്റാണ്. കാരണം ഈ കേസിനകത്ത് തന്നെ ഇവരുടെ ബന്ധുവായിരുന്നു ഈ സ്കൂട്ടർ ഓടിച്ചു പോയത്. കമ്പനിയുടെ തർക്കമെന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഈ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി ബന്ധു ഓടിച്ചുകൊണ്ട് പോയത് കാരണം ഉണ്ടായതാണ്. അത് യാദൃച്ഛിക സംഭവിച്ചതാണ്. അതിൽ പ്രതിയാക്കി ഈ വാഹനം ഓടിച്ചിരുന്ന ആളിനെ പോലീസിൻ്റെ സഹായത്തോടെ പ്രതിയാക്കി കേസെടുത്തതാണെന്നായിരുന്നു കമ്പനിയുടെ തർക്കം. പക്ഷേ ഇത്തരത്തിലുള്ള തർക്കങ്ങളെല്ലാം കോടതി തള്ളിയിട്ടാണ് ഈ കേസിൽ പത്തനംതിട്ട MACT കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായിട്ടുള്ളത്. എതിർകക്ഷി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി പണം 1 മാസത്തിനുള്ളിൽ കോടതിയിൽ കെട്ടിവെക്കണമെന്നാണ് ജഡ്ജി ബിനു PS ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അപകടം കഴിഞ്ഞ് 15 ദിവസങ്ങൾക്ക് ശേഷമാണ് പരിക്കേറ്റയാൾ പരാതിയുമായി രംഗത്ത് വന്നത് എന്ന വാദം ഇൻഷുറൻസ് കമ്പനിയുടെ അഭിഭാഷകൻ ഉയർത്തിയെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.